സുഹൃത്തുക്കളെ, ജന്മാർജിതമായ പൗരത്വമുള്ള ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ ഞാനിവിടെ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഒരു പൗരൻ്റെ പൗരസ്വാതന്ത്ര്യം ഉപയോഗിച്ച് ഇന്ത്യൻ ഭരണഘടന എനിക്ക് തന്ന പൗരസ്വാതന്ത്ര്യം ഉപയോഗിച്ച് പറയുന്നതാണ് എന്നും അത് ഞാൻ വഹിക്കുന്ന ഔദ്യോഗിക പദവിയുമായിട്ടോ ഞാൻ ജോലി ചെയ്യുന്ന എൻ്റെ സ്ഥാപനത്തിലെ ഏതെങ്കിലും നയവുമായിട്ടോ യാതൊരു ബന്ധവുമില്ല എന്ന് ആദ്യമേ അറിയിച്ചുകൊള്ളുന്നു. പിന്നെ മറ്റൊരു പ്രശ്നമുള്ളത്, കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ എൻ്റെ ഔദ്യോഗിക ആവശ്യത്തിൻ്റെ ഭാഗമായി നിലമ്പൂർ ഭാഗത്തായിരുന്നു. അതിൻ്റെ ഒരു അനുഭവം ഞാനിവിടെ പങ്കുവയ്ക്കേണ്ടതുണ്ട്, അത് അവസാനം പറയാം. ആദ്യമായി അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് കുറച്ച് നന്നായി ചെയ്തിട്ടുണ്ടെങ്കിലും അതൊന്ന് ക്രോഡീകരിച്ച് എഴുതാൻ ഉള്ള സമയം കിട്ടിയിട്ടില്ല. എങ്കിലും പറ്റുന്ന പോലെയൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. ഇത് യുക്തിവാദ സംഘം തിരുവനന്തപുരം സംഘടനയുടെ എന്തെങ്കിലും നിലപാടാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇത് പ്രതീഷ് ബി എന്ന യുക്തിവാദി ഇവിടെ പ്രതീഷ് ബിയുടെ ചില ചിന്തകൾ പങ്കുവയ്ക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മുടെ സംഘടനയുടെ നിലപാടെന്നായിട്ടൊന്നും ആരും എടുക്കരുത്. അത് സംഘടന എനിക്ക് തന്ന ജനാധിപത്യ അവകാശവും സ്വാതന്ത്ര്യവും ഞാനിവിടെ ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അംബേദ്കർ പാഠങ്ങളുടെ കാലിക പ്രസക്തി എന്നുള്ളതാണ് ഞാനിവിടെ മുന്നിൽ ചർച്ചയ്ക്കെടുക്കുന്ന ഒരു വിഷയം. അപ്പോൾ അംബേദ്കറെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പൊതുവെ അംബേദ്കറൈറ്റുകൾ, അംബേദ്കറിസം എന്നൊക്കെ പറയും. അപ്പോൾ എന്താണ് ഈ അംബേദ്കറിസം എന്നുള്ളത് ഒരു ചോദ്യമുണ്ട്. അതായത് അംബേദ്കറെ നമ്മൾ എടുക്കുമ്പോൾ അത് ലിറ്ററൽ അംബേദ്കർ ആണോ, അതായത് എഴുത്തുകളിൽ അംബേദ്കർ എന്ന വ്യക്തിയെ ആണോ നമ്മൾ ഫോളോ ചെയ്യുന്നത്, അതോ അംബേദ്കർ ഒരു കാര്യം പറയുമ്പോൾ അംബേദ്കർ ആ എന്ത് ആശയമാണ് അവിടെ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത് ആ ആശയത്തെ ആണോ നമ്മൾ ഫോളോ ചെയ്യേണ്ടത് എന്ന ഒരു ചോദ്യമുണ്ട്. അതായത് ലിറ്ററൽ അംബേദ്കർ ആണോ കൺസെപ്ച്വൽ അംബേദ്കർ ആണോ എന്നുള്ളതാണ്. ഈ ലിറ്ററൽ അംബേദ്കർ ആകുമ്പോൾ അംബേദ്കർ ഒരു ദൈവമായി മാറുകയും ദൈവമായാൽ പിന്നെ വിമർശനാതീതനാണ്, തെറ്റുപറ്റാത്ത തെറ്റാവരം കിട്ടിയ ഒരു ആരാധനാ ബിംബമായി അത് മാറും. എന്നാൽ കൺസെപ്ച്വൽ അംബേദ്കർ ആകുമ്പോൾ അംബേദ്കർ ഒരു മനുഷ്യനായി മാറുകയും അംബേദ്കർ എന്ത് ആശയമാണോ മുന്നോട്ട് വെച്ചത് ആ ആശയത്തെ പിൻപറ്റിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയും അംബേദ്കർ എന്ന് പറയുന്നത് ഒരു മനുഷ്യനാണ് എന്ന മനുഷ്യൻ്റെ തെറ്റുകളും കുറവുകളും ഗുണങ്ങളും കൂടുതൽ സ്ട്രെങ്തുകളൊക്കെ ഉണ്ടാകും എന്നത് മനസ്സിലാക്കി നമുക്ക് കൺസെപ്ച്വലി നമുക്ക് മുന്നോട്ട് പോകാം. എന്നാൽ അംബേദ്കർ മുന്നോട്ട് വെച്ച ഒരാശയം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി യുക്തിചിന്ത തന്നെയാണ്. എന്നാൽ ഈ യുക്തിചിന്തയുടെ വേര് കിടക്കുന്നത് ജ്ഞാനോദയത്തിൽ തന്നെയാണ്. ജ്ഞാനോദയം എന്ന് പറയുന്നത് ചരിത്രത്തിൻ്റെ ഒരു ദശാസന്ധിയിൽ മത മേലധ്യക്ഷന്മാർക്കെതിരെയും മത ഭീകരതയ്ക്കെതിരെയും ഒരു കൂട്ടം ഉൽപ്പതിഷ്ണുകൾ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു ആശയധാരയാണ് ജ്ഞാനോദയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജ്ഞാനോദയ ധാരയുടെ, അതായത് അതിന് നമ്മൾ വെസ്റ്റേൺ റാഷണലിസം എന്ന് പറയുമെന്ന് വിളിക്കാവുന്ന ഈ ജ്ഞാനോദയ ധാരയുടെ ഒരു ഇന്ത്യൻ പതിപ്പാണ് അംബേദ്കർ ഇവിടെ മുന്നോട്ട് വെച്ചത്. അത് ഇന്ത്യയിൽ അംബേദ്കർ ജ്ഞാനോദയം കൊണ്ടുവരുമ്പോൾ കേവലം വെസ്റ്റേൺ റാഷണലിസം എടുത്ത് അതുപോലെ മതത്തിനെതിരായിട്ട് ഉപയോഗിക്കുകയായിരുന്നില്ല അംബേദ്കർ ചെയ്തത്. കാരണം അംബേദ്കർ അവിടെ ഈ ജ്ഞാനോദയത്തിന് ബദൽ വെക്കുന്നത് ബൗദ്ധ ധർമ്മമാണ്. അതായത് അംബേദ്കറെ സംബന്ധിച്ചിടത്തോളം കേവലമായി മതത്തിൽ നിന്നും മതത്തിൻ്റെ പ്രശ്നങ്ങളിൽ നിന്നും വിമോചനം നേടുന്നതിനപ്പുറം സമൂഹത്തിലെ അടിച്ചമർത്തപ്പെട്ടവരുടെ വിമോചനം, അവർ നേരിടുന്ന ജാതീയപരമായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ അടിത്തട്ടുകളെ മനുഷ്യരെ തട്ടുകളായി മാറ്റി നിർത്തപ്പെടുന്ന അവരുടെ വിമോചനത്തിന് വേണ്ടി കൂടിയാണ് അംബേദ്കർ ശ്രമിച്ചത്. അപ്പോൾ ഈ അടിച്ചമർത്തപ്പെട്ടവരുടെ വിമോചനത്തിന് വേണ്ടി അംബേദ്കർ മുന്നോട്ട് വെച്ച ആശയം എന്ന് പറയുന്നത് ജ്ഞാനോദയത്തിൽ നിന്ന് ഉൾക്കൊണ്ട അല്ലെങ്കിൽ ഫ്രഞ്ച് വിപ്ലവ കാലത്ത് ഉപയോഗിച്ച ലെഫ്റ്റ് എന്ന് പറയുന്ന സാധനമാണ്. അതായത് ലിബർട്ടി, ഇക്വാളിറ്റി, ഫ്രറ്റേണിറ്റി എന്നുള്ളതാണ്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഇത് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ വാക്യങ്ങളാണ് എങ്കിലും അംബേദ്കർ അതിന് പറയുന്നത് താനത് രാഷ്ട്രമീമാംസയിൽ നിന്നല്ല ബൗദ്ധധർമ്മത്തിൽ നിന്ന് എടുത്തു എന്നാണ് അംബേദ്കർ എപ്പോഴും അവകാശപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ ജ്ഞാനോദയം മുന്നോട്ട് വെച്ച ജനാധിപത്യ സങ്കല്പം എന്ന് പറയുന്നത് ഒരാൾക്ക് ഒരു വോട്ട് എന്നുള്ളതാണ്. അതായത് ഈ അംബേദ്കർ പറയുന്ന ഈ സങ്കല്പവും അത് തന്നെയാണ്. ഒരാൾക്ക് ഒരു വോട്ട് എന്ന് പറയുന്ന ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായ ഒരു സാമൂഹിക ജനാധിപത്യ ക്രമം ഉണ്ടായി വരണമെന്നാണ് അംബേദ്കർ പറഞ്ഞത്. അതുപോലെ തന്നെ ഇത് അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് എന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് ജാതിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൻ്റെ അടിസ്ഥാനം കിടക്കുന്നത് റീസണിങ്ങിലാണ്, യുക്തിചിന്തയിലാണ് എന്നാണ് പറയുന്നത്. അതായത് അന്ധവിശ്വാസങ്ങളെ കേവലമായ അന്ധവിശ്വാസങ്ങളെ തകർക്കൽ മാത്രമല്ല, ജാതി വ്യവസ്ഥയുടെ ദൈവികമായ ന്യായീകരണങ്ങളെ ചോദ്യം ചെയ്യുക, അതിന് ആ ചോദ്യം ചെയ്യൽ ഒരു യുക്തി ഉപയോഗിച്ചുകൊണ്ട് ചോദിക്കുക, റീസൺ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുക,
എന്നതാണ്. അതായത് അങ്ങനെ നോക്കുമ്പോൾ ജാതിയുടെ അധാർമികവും ജാതി എന്ന് പറയുന്ന ആ സങ്കല്പം അധാർമികവും യുക്തിരഹിതവുമാണ് എന്നും അതുകൊണ്ട് തന്നെ ഏത് സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെയും മുന്നുപാധി എന്ന് പറയുന്നത് ജാതി നിർമ്മാർജ്ജനമാണ് എന്നും അംബേദ്കർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വെസ്റ്റേൺ റാഷണലിസം അഥവാ ജ്ഞാനോദയത്തിൻ്റെ ഏറ്റവും വലിയ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നതാണ് ഈ ശാസ്ത്രീയ മനോവൃത്തി എന്ന് പറയുന്ന സാധനം. അതായത് ഒരു മനുഷ്യൻ്റെ വിധി മാറ്റി എഴുതാൻ ശാസ്ത്രീയ മനോവൃത്തി ഉപയോഗിച്ചുകൊണ്ട് നേടുന്ന വിദ്യാഭ്യാസത്തിനും മറ്റ് സാമൂഹിക ഇടപെടൽ കൊണ്ട് സാധിക്കുമെന്നും അംബേദ്കർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേവലമായ ഒരു അന്ധവിശ്വാസ നിർമ്മാർജ്ജനമല്ല, ജാതി നിർമ്മാർജ്ജനത്തിൻ്റെ മുന്നുപാധി എന്ന് പറയുന്ന യുക്തിചിന്തയും ശാസ്ത്രീയ മനോവൃത്തിയുമാണ് എന്നാണ് അംബേദ്കർ മുന്നോട്ട് വയ്ക്കുന്ന ആശയം. അപ്പോൾ എന്നാൽ ഇത് ജ്ഞാനോദയം പിൻപറ്റി അംബേദ്കർ അവസാനം മുന്നോട്ട് വയ്ക്കുന്ന ഒരു ധർമ്മം എന്ന് പറയുന്നത് ബൗദ്ധധർമ്മമാണ്. ഇവിടെ ധർമ്മം എന്ന് പറയുമ്പോൾ അത് ധർമ്മം എന്ന അർത്ഥത്തിൽ തന്നെയാണ്. കാരണം ഹിന്ദു മതത്തിൽ ധർമ്മം എന്ന് പറഞ്ഞാൽ അത് ജാതി ധർമ്മമാണ്. അതായത് ജാതികൾക്ക് ധർമ്മമായി അത് ജാതി ധർമ്മമാണ് ധർമ്മമായി പ്രഖ്യാപിക്കുക. പക്ഷെ ഇന്ന് ജ്ഞാനോദയം വരുമ്പോൾ ധർമ്മം എന്ന് പറഞ്ഞാൽ അത് ആധുനിക മൂല്യമായിട്ടാണ് ധർമ്മത്തെ കാണുന്നത്. അവിടെ അംബേദ്കർ മുന്നോട്ട് വെച്ച ആധുനിക ധർമ്മം എന്ന് പറയുന്നത് ബൗദ്ധധർമ്മമാണ്. അപ്പോൾ അവിടെ ധാർമ്മികത, ധാർമ്മികതയ്ക്ക് കരുണയ്ക്കും പ്രാധാന്യം നൽകുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥ, അതായത് ജാതി നിർമൂലനത്തോട് ഉണ്ടാകുന്ന സാമൂഹിക വ്യവസ്ഥ ധാർമ്മികതയ്ക്കും കരുണയ്ക്കും ദയ, സഹിഷ്ണുത, സാഹോദര്യം, സമത്വം ഇതിനൊക്കെ മുൻകൂട്ടം അദ്ദേഹം കൊടുത്തിരുന്നു. എന്നാൽ അതുകൊണ്ട് തന്നെ ഈ ജ്ഞാനോദയത്തിൽ നിന്ന് ഉയർക്കൊണ്ട ഈ ബൗദ്ധധർമ്മത്തിൻ്റെ ഈ പറയുന്ന സാഹോദര്യം, പറയുന്ന ലെഫ്റ്റ് എന്ന് പറയുന്ന ലിബർട്ടി, ഈക്വാളിറ്റി, ഫ്രറ്റേണിറ്റി എന്ന് പറയുന്ന ഈ സാധനം നമ്മൾ പുള്ളി മുന്നോട്ട് വെച്ച ആശയം കൊണ്ട് പുള്ളി വെച്ച പുസ്തകമാണ് ഭരണഘടന എന്നുള്ള സാധനം. അവിടെ ഭരണഘടന നടപ്പിലാക്കാൻ ആധുനിക നിയമവ്യവസ്ഥ, അതായത് ഈ വ്യക്തിപരമായ അവകാശങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ആധുനിക നിയമവ്യവസ്ഥയെ അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവരുന്ന ഭരണഘടനയിലൂടെ അദ്ദേഹം ചെയ്തത്. എന്നാൽ അദ്ദേഹം മുന്നോട്ട് വെച്ച മതേതരത്വം എന്ന് പറയുന്നതും ഒരു ജ്ഞാനോദയത്തിൻ്റെ പിൻപാതിൽ ഒന്നാണ്. അതായത് സെക്കുലറിസം എന്ന് പറയുന്നത്, മോഡേൺ ഡേ സെക്കുലറിസം എന്ന് പറയുന്നത് ഇതുപോലെ ജ്ഞാനോദയത്തിൽ നിന്നും ഉയർക്കൊണ്ടതാണ്. അതായത് ഈ മതപരമായിട്ടുള്ള പിടിവാശികൾക്ക് പകരം മനുഷ്യൻ്റെ അന്തസ്സും അഭിജാത്യവും ഉയർത്തുന്ന, വ്യക്തിയുടെ അന്തസ്സും ഇത് ഉയർത്തുന്ന, എന്നാൽ ഇതേ അംബേദ്കർ തന്നെ വ്യക്തി എന്ന് പറയുന്നത് കേവലം വ്യക്തി മാത്രമല്ല, വ്യക്തിക്കും ഒരു പലതരത്തിലുള്ള ഗ്രൂപ്പുകളുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഭരണഘടനയിൽ വ്യക്തി അവകാശങ്ങൾ പോലെ തന്നെ ഗ്രൂപ്പ് റൈറ്റും മാതകമാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇന്ത്യൻ ഭരണഘടനയിൽ സെക്ഷൽ മൈനോറിറ്റീസ്, റിലീജിയസ് മൈനോറിറ്റീസ്, ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസ് തുടങ്ങി, അതായത് ഭാഷാപരമായും ജാതിപരമായും മതപരമായും ലിംഗപരമായിട്ടുള്ള ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയുള്ള അവകാശങ്ങളെല്ലാം അദ്ദേഹം ഉൾപ്പെടുത്തിയിരുന്നു. അതായത് വ്യക്തി അവകാശം പോലെ തന്നെ ഒരു ഗ്രൂപ്പിൻ്റെ അവകാശവും അംബേദ്കർ അതിനുവേണ്ടി വാദിച്ചു വരുന്ന ആളാണ് ഇത്. ഇനി ജ്ഞാനോദയത്തിൻ്റെ മറ്റൊരു ഇതാണ് ആധുനികത എന്നുള്ള സാധനം. ഇപ്പം ഈ ജ്ഞാനോദയത്തിൻ്റെ ബൈ പ്രോഡക്റ്റാണ് മോഡേണിറ്റി എന്ന് നമ്മളെ പറയുന്ന സാധനമെങ്കിലും അംബേദ്കർ അതിനെ വിളിക്കുന്നത് കൊളോണിയൽ മോഡേണിറ്റി എന്ന് തന്നെയാണ്. അതായത് അംബേദ്കറിൻ്റെ ഈ ആധുനിക സങ്കല്പം എന്ന് പറയുന്നത് അതിനെ വിളിച്ചിരുന്നത് കൊളോണിയൽ മോഡേണിറ്റി എന്നാണ്. അതേസമയം അദ്ദേഹം ഒരേ സമയം ഈ മോഡേണിറ്റിയെ പിൻപറ്റുകയും എന്നാൽ അതിനെ വിമർശന വിധേയമാക്കുകയും അദ്ദേഹം ചെയ്തിരുന്നു. അപ്പോൾ എന്താണ് ഇതിൻ്റെ അകത്തുള്ള അദ്ദേഹത്തിൻ്റെ ഈ അനുകൂലനവും വിമർശനവും എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് കൊളോണിയൽ മോഡേണിറ്റി മുന്നോട്ട് വെച്ചത് ഒന്ന് യുക്തിചിന്തയും ശാസ്ത്ര ബോധമാണെങ്കിലും അതിൻ്റെ സാമ്പത്തിക നയങ്ങളോടും സാമ്പത്തിക ബന്ധങ്ങളോടും സാമ്പത്തിക സങ്കല്പങ്ങളോടും അദ്ദേഹത്തിന് എതിർപ്പുണ്ടായിരുന്നു. പിന്നെ ദേശീയത എന്ന് പറയുന്ന കൊളോണിയൽ മോഡേണിറ്റിയുടെ ഒരു ദേശരാഷ്ട്രം, ആധുനിക ദേശരാഷ്ട്രം എങ്ങനെ ആയിരിക്കണം എന്ന കാര്യത്തിലും കൊളോണിയൽ മോഡേണിറ്റി മുന്നോട്ട് വെച്ച ഒരു ക്യാപിറ്റലിസത്തിൽ അധിഷ്ഠിതമായ ഒരു ദേശരാഷ്ട്രത്തിലല്ല അംബേദ്കർ മുന്നോട്ട് വെച്ച. അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ ജനാധിപത്യം എന്ന് പറയുന്നത് സ്റ്റേറ്റ് സോഷ്യലിസം എന്ന് പറയുന്ന ഒരു സംഗതിയായിരുന്നു. അത് കൊളോണിയൽ മോഡേണിറ്റിക്ക് എതിരായിട്ടുള്ള ഒരു സംഗതിയായിരുന്നു. അതായത് അദ്ദേഹം പറയുന്നത് ഇപ്പോൾ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നതുകൊണ്ടാണ് നമുക്ക് ആധുനിക വിദ്യാഭ്യാസം നമുക്ക് നേടാൻ സാധിച്ചത്. അതായത്
എന്നാൽ ഇതേ ബ്രിട്ടീഷ് ഭരണത്തെ അംബേദ്കർ വിളിച്ചത് വൈദേശിക കൊളോണിയലിസം എന്നാണ്. കാരണം വൈദേശിക കൊളോണിയലിസം എന്ന് വിളിക്കുമ്പോൾ അവിടെ ഒരു ആഭ്യന്തര കൊളോണിയലിസം ഉണ്ട്. അതാണ് ജാതി വ്യവസ്ഥ എന്ന സാധനം. അതായത് ജാതിക്ക് മേലുള്ള, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് വിളിക്കുന്ന ഹിന്ദു മതം എന്ന് പറയുന്ന ബ്രാഹ്മണ്യ മൂല്യാധിഷ്ഠിതമായ എല്ലാ അവകാശ അധികാരങ്ങളും, എല്ലാത്തിനുമുള്ള അധികാരവും അവകാശവും ബ്രാഹ്മണർക്കാണ് എന്ന്, ഈ ബ്രാഹ്മണരെ സേവിക്കുന്നതാണ് മനുഷ്യരുടെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്ന ബ്രാഹ്മണ്യ മൂല്യവ്യവസ്ഥയാണ് അദ്ദേഹം അംബേദ്കർ ആഭ്യന്തര കൊളോണിയലിസം അഥവാ ഇന്റേണൽ കൊളോണിയലിസം എന്ന് വിളിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അംബേദ്കർ ഈ കൊളോണിയൽ മോഡേണിറ്റിയെ അതിൻ്റെ യുക്തിപരതയെയും, അതായത് അത് മുന്നോട്ട് വെച്ച യുക്തിചിന്തയെയും ശാസ്ത്രബോധത്തെ പിൻപറ്റുമ്പോഴും അത് മുന്നോട്ട് വെച്ച അതിൻ്റെ സാമ്പത്തിക ബന്ധങ്ങളെ, സാമ്പത്തിക കാഴ്ചപ്പാടുകളെ അദ്ദേഹം വിമർശന വിധേയമാക്കിയിട്ടുണ്ട്. കാരണം അതിൻ്റെ സാമ്പത്തിക ബന്ധങ്ങൾ ഒരിക്കലും ഈ ആഭ്യന്തര കൊളോണിയലിസം എന്ന് പറയുന്ന ജാതി വ്യവസ്ഥയെ തകർക്കാൻ ഉതകുന്നതല്ല എന്ന് മാത്രമല്ല, ജാതിയെ ഊട്ടി ഉറപ്പിക്കുന്നതാണ് അതിൻ്റെ സാമ്പത്തിക ബന്ധങ്ങൾ എന്നാണ് അംബേദ്കർ പറഞ്ഞത്. അപ്പോൾ അതിൽ ഈ ദ അൺടച്ചബിൾസ് ആൻഡ് ദ പാക്സ് ബ്രിട്ടാനിക്ക എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നൊരു കാര്യം, അതായത് ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയിൽ സമാധാനവും സംസ്കാരവും കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ പോലും ഈ സമാധാനം എന്ന് പറയുന്നത് ഒരു മിഥ്യയാണ് എന്ന് അംബേദ്കർ പറയുന്നു. അതായത് ഇപ്പോൾ ദളിതരെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഇവിടുത്തെ അവർണർ എന്ന് പറയുന്ന ബഹുജൻ ദളിതരെ സംബന്ധിച്ചിടത്തോളം ബ്രിട്ടീഷ് ഭരണം എന്ന് പറയുന്ന ഒരേ സമയം ബ്രിട്ടീഷുകാരിൽ നിന്നുള്ള അടിമത്വമാണ്, അവിടെ ഉള്ള ബ്രാഹ്മണ അല്ലെങ്കിൽ അവർണറിൽ നിന്നുള്ള അടിമത്വമാണ്. അപ്പോൾ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ഈ സമാധാനം എന്ന് പറയുന്നത് പീസ് ഓഫ് ദ ഗ്രേവ് എന്നാണ് അംബേദ്കർ പറഞ്ഞത്. അതായത് ശ്മശാനത്തിലെ സമാധാനം പോലെയാണ്. അതായത് നമുക്ക് ഈ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് നമ്മൾ മുക്തമായാലും ഇന്ത്യൻ ആഭ്യന്തരമായിട്ടുള്ള യുദ്ധങ്ങളും ആഭ്യന്തരമായിട്ടുള്ള നമ്മുടെ ഈ ബ്രിട്ടീഷുകാരിൽ നിന്ന് നമ്മൾ എന്താണോ നേരിട്ടത് അത് നമ്മൾ ആഭ്യന്തരമായി നേരിടുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, ഈ പലയിടത്തും, അതായത് ഈ പറയുന്ന അംബേദ്കർക്ക് പോലും വിദ്യാഭ്യാസം കിട്ടുന്നതിൻ്റെ ഒരു കാരണം അംബേദ്കറുടെ അച്ഛൻ ഒരു ബ്രിട്ടീഷ് പട്ടാളത്തിലെ അംഗമായിരുന്നു. അപ്പോൾ അന്നത്തെ നിയമം അനുസരിച്ച് ബ്രിട്ടീഷ് പട്ടാളക്കാരനും മറ്റുള്ള ഓരോ ആളും തൻ്റെ മക്കളെ പഠിപ്പിച്ചിരിക്കണം എന്നൊരു ഇത് കൊണ്ടുവന്നതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് അംബേദ്കർ പഠിക്കുന്നത്. പക്ഷേ അംബേദ്കർ പഠിക്കുമ്പോൾ അത് ബ്രിട്ടീഷുകാർ കൊടുത്തതാണെന്നോ അല്ലെങ്കിൽ അംബേദ്കർ സ്വന്തമായിട്ട് കഴിവില്ലെന്നോ അതിന് അർത്ഥമില്ല. അംബേദ്കർ സ്വന്തമായിട്ട് തന്നെ പഠിച്ച് മനസ്സിലാക്കി വന്ന ആൾ തന്നെയാണ്. അതായത് അംബേദ്കറിൻ്റെ മൂല്യം എന്ന് പറയുന്നത് അംബേദ്കർ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്. ഈ കൊളോണിയൽ ആധുനികതയുടെ പ്രശ്നം ഒരാൾക്ക് ഒരു വോട്ട് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഈ ഒരാൾക്ക് ഒരു വോട്ട് ഒരു മൂല്യം എന്ന് പറയുന്നത് അംബേദ്കർ മാത്രമാണ്. അവിടെയാണ് ഈ കൊളോണിയൽ ആധുനികതയും അംബേദ്കറിൻ്റെ സങ്കല്പവും തമ്മിൽ വേർതിരിഞ്ഞു പോകുന്നത്. അപ്പോൾ നമുക്ക് അംബേദ്കർ എപ്പോഴും ഒരു ക്രിട്ടിക്കൽ മോഡേണിസ്റ്റ് എന്ന് പറയാവുന്നത്, അതായത് എല്ലാത്തിനെയും ഒരു ക്രിട്ടിക്കൽ മൈൻഡ് സെറ്റോടുകൂടി നോക്കി കണ്ടിരുന്ന ഒരാളാണ് അംബേദ്കർ. അപ്പോൾ അംബേദ്കർ തെറ്റ് പറ്റാമെന്ന് പറഞ്ഞാൽ അംബേദ്കറിൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ അംബേദ്കർ ഭയങ്കര സ്റ്റേറ്റിസ്റ്റ് ആയിരുന്നു എന്നുള്ളതാണ്. അതായത് സ്റ്റേറ്റാണ് നമ്മൾക്ക് ഭരിക്കേണ്ടതെന്നും സ്റ്റേറ്റ് നമുക്ക് ഈ പറയുന്ന വിദ്യാഭ്യാസം, ആധുനികത, ശാസ്ത്രബോധം, യുക്തിചിന്തയെല്ലാം നമ്മളെയൊക്കെ പറത്തി സ്റ്റേറ്റ് നവോത്ഥാനം നടത്തുമെന്ന് അംബേദ്കർ ചിന്തിച്ചിരുന്നു, അംബേദ്കർ പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ആധുനിക സങ്കേതങ്ങളും ആധുനിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ സ്റ്റേറ്റിൻ്റെ അണ്ടറിൽ വരണമെന്നും സ്റ്റേറ്റാണ് ഇതൊക്കെ ചെയ്യേണ്ടതെന്ന് അംബേദ്കർ വാദിച്ചു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ അർബനൈസേഷൻ അഥവാ നഗരവൽക്കരണം ഈ ജാതി വ്യവസ്ഥയെ താർക്കും എന്നൊക്കെ അംബേദ്കർ വാദിച്ചു. പക്ഷേ അത് അംബേദ്കറുടെ അവസാന കാലത്ത് അംബേദ്കർ തന്നെ തിരിച്ചറിയുന്നുണ്ട് നഗരവൽക്കരണം ഒന്നും, അതായത് നമ്മളിപ്പോൾ എന്താണ് നമ്മളൊരു കൂട്ടമായി ഒരു പ്രത്യേക സ്ഥലത്ത് ഗ്രാമങ്ങളിൽ ജീവിക്കുമ്പോൾ അവിടെ പരസ്പരം അറിയാമെന്ന്, അപ്പോൾ അത് തന്നെ ഒരാളുടെ മതവും ജാതി എന്താണെന്ന് തിരിച്ചറിയുമെന്ന്. അപ്പോൾ അങ്ങനെ വേറെ സ്ഥലത്തേക്ക് നമ്മൾ പറിച്ചു നട്ടാൽ അവിടെ നമ്മൾ അവരുടെ ജാതി എന്താണെന്ന് അറിയാതിരിക്കുകയും അങ്ങനെ ഉയർന്നു വന്ന് അത് അടുത്ത തലമുറയിലൂടെ ജാതീയത ഇല്ലാതാകുമെന്നും അദ്ദേഹം പറഞ്ഞു. പക്ഷേ പിന്നീട് അദ്ദേഹത്തിന് തന്നെ മനസ്സിലാവുന്നുണ്ട്, അതായത് ഒരാളൊരു സ്ഥലത്തുനിന്ന് പോകുമ്പോൾ ആ വ്യക്തി അവിടെ നിന്ന് നീങ്ങുന്നതിന് മുമ്പ് തന്നെ ആ വ്യക്തിയുടെ ജാതി അവിടെ എത്തുമെന്നും അതുകൊണ്ട് തന്നെ കേവലമായ നഗരവൽക്കരണം കൊണ്ടൊന്നും ജാതീയത ഇല്ലാതാക്കാൻ പറ്റില്ലെന്ന് അംബേദ്കറിന്റെ അവസാന കാലത്ത് അംബേദ്കർ തിരിച്ചറിയുന്നു. ഇനി ഇവിടെ കൊളോണിയൽ മോഡേണിറ്റിയെ ഒരു ക്രിട്ടിസൈസ് ചെയ്യുമ്പോഴും അംബേദ്കർ മാർക്സിസത്തെ എങ്ങനെ കണ്ടിരുന്നു എന്നതും നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അംബേദ്കർ ഒരു മാർക്സിസ്റ്റ് വിരുദ്ധനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഒരു ക്യാപിറ്റലിസ്റ്റ് ആക്കാനുള്ള ചില നവ അംബേദ്കറായിട്ടുള്ള ശ്രമങ്ങൾ ഇവിടെയൊക്കെ നടക്കുന്നുണ്ട്. അതായത് അംബേദ്കർ മാർക്സിനെ ക്രിട്ടിസൈസ് ചെയ്തിരുന്നു എന്നും അതുകൊണ്ട് തന്നെ അംബേദ്കർ മാർക്സിസ്റ്റ് വിരുദ്ധനാണ്. ഈ മാർക്സിസ്റ്റ് വിരുദ്ധനായ പിന്നെ അയാൾ ഇതിനപ്പുറത്ത് നേരെ ക്യാപിറ്റലിസ്റ്റ് ആവും, അതിന് ബൈനറിയാണ്, ഒന്നുകിൽ കമ്മ്യൂണിസ്റ്റ് അല്ല ക്യാപിറ്റൽ, ഇതിനിടയ്ക്ക് വേറെ ഒന്നുമില്ല എന്ന ചില നവ അംബേദ്കറേറ്റ് വായനകളുണ്ടെങ്കിലും അംബേദ്കർ ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനെ ആയിരുന്നെങ്കിൽ പോലും അംബേദ്കർ നമുക്കൊരു മാർക്സിസ്റ്റ് വിരുദ്ധൻ എന്ന് മൊത്തമായി വിളിക്കാൻ പറ്റില്ല.
എന്നുള്ളതാണ്. കാരണം അംബേദ്കർ ഒരേ സമയം മാർക്സിസത്തിന്റെ ചില കാഴ്ചപ്പാടുകളെ അനുകൂലിക്കുകയും എന്നാൽ അതേസമയം തന്നെ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് അംബേദ്കറിന്റെ ഒന്നാമത്തെ വിമർശനം, മാർക്സിനോടുള്ള ഒന്നാമത്തെ വിമർശനം എന്ന് പറയുന്നത് ഇന്ത്യയുടെ സവിശേഷ സാമൂഹിക ബന്ധമായ ജാതിയെ മാർക്സ് അഡ്രസ്സ് ചെയ്തില്ല എന്നതായിരുന്നു അംബേദ്കറിന്റെ മാർക്സിനോടുള്ള ഒരു ഒന്നാമത്തെ വിമർശനം. അത് ബുദ്ധ അവർ മാർക്സ് എന്ന ബുക്കിൽ അദ്ദേഹം അത് കൃത്യമായിട്ട് വരച്ച് കാട്ടുന്നുണ്ട്. കാരണം അപ്പോഴും അതായത് ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യനെ ചൂഷണം ചെയ്യുന്നതിൽ ഉള്ള അവസ്ഥ മാറണമെന്നും ഈ ചൂഷണത്തിൽ നിന്നുള്ള മോചനം എന്ന മാർക്സിന്റെ കാഴ്ചപ്പാടിനോട് അംബേദ്കർക്ക് 100% യോജിപ്പായിരുന്നു. അതായത് അംബേദ്കറും മാർക്സ് യോജിക്കുന്ന ഒരു മണ്ഡലം അതായിരുന്നു. എന്നാൽ കാരണം അതുകൊണ്ട് തന്നെ ഈ ചൂഷണ മോചനം എന്ന ഒരു പൊതുവായ ഒരു ലക്ഷ്യം അംബേദ്കർക്കും മാർക്സിനും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മാർക്സ് പറയുന്ന അതായത് തത്വചിന്തയുടെ ധർമ്മം എന്ന് പറയുന്നത് ലോകത്തെ വ്യാഖ്യാനിക്കലല്ല, എന്നാൽ അത് പുനർനിർമ്മിക്കലാണ് എന്നത് അംബേദ്കറും മാർക്സും ഒരുപോലെ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ചൂഷകരും ചൂഷകരും തമ്മിലൊരു സംഘടനം നിലനിൽക്കുന്നു എന്ന കാര്യത്തിലും അംബേദ്കറും മാർക്സും തമ്മിൽ യോജിപ്പാണ്. അതുപോലെ സ്വകാര്യ സ്വത്ത് എന്ന് പറയുന്നത് ഒരു വർഗം വേറൊരു വർഗത്തെ ചൂഷണം ചെയ്യാൻ കാരണമാകുന്നു എന്നും അംബേദ്കർ പറയുന്നുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ മലയാളത്തിൽ എഴുതുമ്പോൾ സ്വകാര്യ സ്വത്ത് എന്ന് പറയുമ്പോൾ എൻ്റെ എന്തോ സ്വന്തം പെരടമെന്ന് അടിച്ചുകൊണ്ട് പോകും എന്നുള്ളതാണ്. ആക്ച്വലി അത് നമ്മൾ പറയുന്നത് ഇംഗ്ലീഷിൽ പറയുമ്പോൾ അത് 3 വാക്കാണ് പറയുന്നത്. അതായത് പേഴ്സണൽ പ്രോപ്പർട്ടി, പ്രൈവറ്റ് പ്രോപ്പർട്ടി, പബ്ലിക് പ്രോപ്പർട്ടി എന്നാണ്. ഈ പബ്ലിക് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ പൊതു ഇടങ്ങളെല്ലാം തന്നെ പബ്ലിക് പ്രോപ്പർട്ടിയാണ്. ഈ പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എൻ്റെ വീട് എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ല, അതെൻ്റെ പേഴ്സണൽ പ്രോപ്പർട്ടിയാണ്. അതായത് എൻ്റെ ശമ്പളത്തിൽ നിന്ന് ഞാൻ ഉണ്ടാക്കുന്ന ഒരു എന്തായാലും അതെൻ്റെ പേഴ്സണൽ പ്രോപ്പർട്ടിയാണ്, പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഈ കോമൺ പ്രോപ്പർട്ടി റിസോഴ്സ്, അതായത് പൊതു വിഭവങ്ങളിൽ നിന്ന് നമ്മൾ കടമെടുത്തോ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന അതായത് പൊതുവായിട്ടുള്ള പൊതുവിഭവങ്ങളിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന സംരംഭങ്ങൾ, അതായത് ഫാക്ടറികൾ അല്ലെങ്കിൽ ഏതെങ്കിലും അതുപോലെ മൂലധനാധിഷ്ഠിതമായ സ്ഥാപനങ്ങൾ, ഇത്തരം സ്ഥാപനങ്ങളെയാണ് നമ്മൾ പൊതുവിൽ പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. പക്ഷേ മലയാളത്തിൽ പറയുമ്പോൾ നമ്മൾ പറയും സ്വകാര്യ സ്വത്ത്, പൊതു സ്വത്ത് എന്ന് പറയും, 2 വാക്ക് പറയും. ഈ സ്വകാര്യ സ്വത്ത് എന്ന് പറയുമ്പോൾ ഇവിടെ എൻ്റെ വീട് മാത്രമല്ല, ഇതെല്ലാം സ്വകാര്യ സ്വത്തായിട്ട് വരും. അത് ഈ ട്രാൻസ്ലേഷനിൽ ലോസ്റ്റ് ഇൻ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന പോലത്തെ പ്രശ്നമാണ്. അപ്പം അവിടെ ഈ സ്വകാര്യ സ്വത്തിൻ്റെ നിർമ്മാണത്തിൽ അംബേദ്കറും മാർക്സ് വിയോജിക്കുമ്പോഴും പേഴ്സണൽ റൈറ്റിനെയും സ്വത്തുണ്ടാക്കാനുള്ള ഒരു വ്യക്തിയുടെ അവകാശത്തെ അംബേദ്കർ മാനിച്ചിരുന്നു. അത് ഒരർത്ഥത്തിൽ മാർക്സ് മാനിച്ചിരുന്നു എന്ന് തന്നെ നമുക്ക് അതിന് മാർക്സിസം വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇനി സമത്വത്തിന്റെയും നീതിയുടെ അടിസ്ഥാനത്തിൽ സമൂഹം വിഭജിക്കപ്പെടണം എന്നുള്ളതും മാർക്സും അംബേദ്കറും ഒരേപോലെ അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. എന്നാൽ എവിടെയൊക്കെയാണ് നമുക്ക് ഈ വിയോജിപ്പം നോക്കിയാൽ, ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയുടെ സവിശേഷ സാഹചര്യമായ ജാതിയെ അഡ്രസ് ചെയ്തതിൽ മാർക്സ് പരാജയപ്പെട്ടു എന്ന് അംബേദ്കർ വിമർശിക്കുന്നുണ്ട്. അതുപോലെ അംബേദ്കർ വായിച്ച മാർക്സിസം അനുസരിച്ച് ഒരു സമൂഹത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് സാമ്പത്തികം മാത്രമാണ് എന്നും അതുകൊണ്ട് തന്നെ ഈ സാമ്പത്തിക അടിത്തറയെ മാറ്റി എഴുതിയാൽ എല്ലാ പ്രശ്നങ്ങളും തീരുമെന്നും അതുകൊണ്ട് തന്നെ പല മാർക്സിസ്റ്റുകൾ ഇന്നും വാദിക്കുന്നത് ഈ സാമ്പത്തിക അടിത്തറ മാറിയാൽ അതിന്റെ ജാതിയുടെ അടിത്തറ മാറും. അതായത് ജാതി എന്ന് പറയുന്നത് സൂപ്പർ സ്ട്രക്ചർ എന്ന് പറയുന്ന ഉപരിഘടന എന്ന് പറയുന്ന സാധനമാണ്. അതുകൊണ്ട് തന്നെ ഈ സാമ്പത്തിക അടിത്തറ മാറി ഇതൊക്കെ മാറുമെന്നും ആണ് മാർക്സിസ്റ്റ് വാദിക്കുന്നത്. ഈ വാദത്തെ അംബേദ്കർ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അതായത് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം സാമ്പത്തികമല്ലെന്ന്, ആ ജാതിയാണ് അടിസ്ഥാനമെന്നും ജാതിയാണ് ആദ്യം പോകേണ്ടതെന്നുമാണ് അംബേദ്കർ വാദിച്ചത്. അതായത് ജാതിയുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഭൂമി കൈവശം വെക്കാമോ, വിദ്യാഭ്യാസം നേടാമോ, ഏത് തൊഴിലെടുക്കണം എന്ന് പറയുന്ന സംഗതി കിടക്കുന്നത് ജാതിയിലാണ്, സമ്പത്തിലല്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ മോചനം എന്ന് പറയുന്നത് ജാതിയുടെ മോചനത്തിൽ നിന്ന്, അതായത് ജാതിയുടെ നിർമ്മാർജ്ജനത്തിൽ നിന്ന് മാത്രമേ മോചനം സാധ്യമാകൂ. കേവലമായ സാമ്പത്തിൻ്റെ കേന്ദ്രീകരണം അല്ലെങ്കിൽ വികേന്ദ്രീകരണം കൊണ്ട് മാത്രം ഇന്ത്യയിൽ മോചനം സാധ്യമാകില്ല എന്നായിരുന്നു അംബേദ്കറിന് മാർക്സിനോടുള്ള വിമർശനം. അതുപോലെ തന്നെ ഈ മാർക്സ് എപ്പോഴും ഡിവിഷൻ ഓഫ് ലേബറിനെ കുറിച്ചാണ്, അതായത് തൊഴിൽ വിഭജനത്തെക്കുറിച്ചാണ്. പക്ഷെ ജാതി എന്ന് പറയുന്നത് തൊഴിൽ വിഭജനമല്ല, തൊഴിലാളികൾക്കിടയിലുള്ള വിഭജനമാണ്. അതായത് ഡിവിഷൻ ഓഫ് ലേബറേഴ്സ് ആണ്. അതായത് തൊഴിലാളികളെ വിഭജിച്ച് നിർത്തുക എന്നുള്ളതാണ്. അത് നമ്മുടെ ഒരു അന്ന് 30കളിൽ നടന്ന ഒരു തൊഴിൽ സമരവുമായി ബന്ധപ്പെട്ട് അവിടെ അതായത് ആ തൊഴിൽ സമരത്തിൽ അവിടെ സമരം ചെയ്യുമ്പോൾ ഈ അവിടുത്തെ തൊഴിലെടുത്തിരുന്ന ബ്രാഹ്മണർ അവിടുത്തെ ദളിതരെ മാറ്റി നിർത്തുന്നുണ്ട്. അതായത് അവരെല്ലാം തൊഴിലാളികളാണെങ്കിലും ബ്രാഹ്മണർ മാറിയിരുന്നാണ് സമരം ചെയ്യുന്നത്. അങ്ങനെ അവസാനം അംബേദ്കർ ആ സമരത്തിൽ നിന്ന് പിന്മാറാനും, പക്ഷെ അതേ സമയത്ത് ഇതേ അംബേദ്കർ തന്നെ പിന്നീട് ഒരു പാർട്ടി ഉണ്ടാക്കുമ്പോൾ അത് ഇന്ത്യൻ ലേബർ പാർട്ടി എന്ന് പേര് കൊടുക്കുന്നത്. അതായത് അതാണ് പറഞ്ഞത്, അതായത് ജാതിയാണ് അടിസ്ഥാനം. അപ്പോൾ ഈ
ജാതിയെ കാണാതെ പോയി എന്നുള്ളതായിരുന്നു അംബേദ്കർക്ക് മാർക്സിനോടുള്ള വിമർശനം. പിന്നെയുള്ള അംബേദ്കറിന് മാർക്സിനോടുള്ള വിമർശനം എന്ന് പറഞ്ഞാൽ മാർക്സ് ഈ പറയുന്ന ഈ തൊഴിലാളി വർഗ സർവാധിപത്യം എന്ന് പറയുന്നതിനോടും അംബേദ്കർക്ക് യോജിപ്പുണ്ടായിരുന്നില്ല. കാരണം ഈ അക്രമത്തിലൂടെ കീഴ്പ്പെടുത്തുക, ഈ ക്ലീൻ സ്ലേറ്റ്, അതായത് മാർക്സിസം മുന്നോട്ട് വെച്ചത്, അതായത് അത് അംബേദ്കറിന്റെ വായനയാണ്. അംബേദ്കർ പറയുന്നത് ഈ ക്ലീൻ സ്ലേറ്റ് എന്ന് പറയുന്നത് ഈ മൊത്തം മുതലാളി വരെ തച്ച് തകർത്തിട്ട് ഒരു പുതിയ ഒരു സംഭവം ക്ലീൻ സ്ലേറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നതിനോട് അംബേദ്കർ വിയോജിപ്പായിരുന്നു. കാരണം അംബേദ്കർ പറയുന്നതെന്ന് വെച്ചാൽ ബുദ്ധന്റെ ഒരു സമാധാനവും ബുദ്ധന്റെ അക്രമരാഹിത്യവുമാണ് അംബേദ്കർ മുന്നോട്ട് വെച്ചത്. അപ്പോൾ അവിടെ ഈ മാർക്സ് മുന്നോട്ട് വെച്ച ഈ അക്രമവും ബലപ്രയോഗത്തിലൂടെയുള്ള അല്ലെങ്കിൽ വിപ്ലവത്തിലൂടെയുള്ള തൊഴിലാളി വർഗ സർവാധിപത്യത്തെ അംബേദ്കർ നഖശിമാന്തം എതിർത്തിരുന്നു. അതുപോലെ മാർക്സിസത്തിന്റെ അന്തിമ ലക്ഷ്യമെന്ന് പറയുന്നത് ഭരണകൂടത്തിന്റെ തിരോധാനമാണ്. അഥവാ വിതറിങ് അവേ ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഭരണകൂടം ഇല്ലാത്ത അവസ്ഥ, ഭരണവ്യവസ്ഥ ഇല്ലാത്ത വർഗരഹിതമായ ഒരു സമൂഹം ഉണ്ടായി വരിക അതായിരുന്നു. പക്ഷെ അതിനോടൊക്കെ അദ്ദേഹത്തിന് അതായത് ആന്തരിക ധാർമ്മികത ഇല്ലാത്ത, ഇന്റേണൽ മൊറാലിറ്റി ഇല്ലാത്ത ഒരു സമൂഹമായിട്ടാണ് ഈ വർഗരഹിതമായ തൊഴിലാളി വർഗത്തെ അല്ലെങ്കിൽ തൊഴിലാളി വർഗ സമൂഹത്തെ അംബേദ്കർ കണ്ടത്. മാത്രമല്ല ഈ തൊഴിലാളി വർഗ ഏകാധിപത്യം എന്ന സങ്കല്പത്തോടും അംബേദ്കർക്ക് എതിർപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അംബേദ്കർ എപ്പോഴും പാർലമെന്ററി ജനാധിപത്യത്തിലാണ് നിലകൊണ്ടിരുന്നത്. കാരണം അംബേദ്കറിന്റെ വാദം അനുസരിച്ച് മാർക്സിസത്തിന്റെ ഈ ഏകാധിപത്യം, അതായത് തൊഴിലാളി വർഗ സർവാധിപത്യം വന്നാൽ ഈ സ്വാതന്ത്ര്യവും വ്യക്തിപരമായിട്ടുള്ള അവകാശങ്ങളും സമത്വവും അത് തന്നെ നശിപ്പിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. അതുപോലെ തന്നെ ഈ തൊഴിലാളി വർഗ സർവാധിപത്യം എന്ന് പറയുന്നത് ഒരു ശാശ്വതമായ ഏകാധിപത്യമാണ് എന്നും ഒരിക്കൽ സ്ഥാപിക്കപ്പെട്ട ഏകാധിപത്യം പിന്നീട് അപ്രത്യക്ഷമാകുമെന്ന മാർക്സിസ്റ്റ് വാദത്തെ അദ്ദേഹം വിമർശിച്ചിരുന്നു. അല്ലെങ്കിൽ അതിലധികം സംശയം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഒരു കമ്മ്യൂണിസ്റ്റ് വിപ്ലവം നടന്നാൽ ആ ഏകാധിപത്യം സവർണ വർഗത്തിന്റെ കൈകളിൽ അകപ്പെടുമെന്നും അത് ദളിതരെ കൂടുതൽ ദുർബലരാക്കുമെന്നും അദ്ദേഹം ഭയപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്സ് ആൻഡ് മൈനോറിറ്റീസ് എന്ന പുസ്തകത്തിൽ അദ്ദേഹം മുന്നോട്ട് വെച്ച് ബദൽ എന്ന് പറയും, മാർക്സിനകത്ത് ബദലായിട്ട് വെച്ചത് സ്റ്റേറ്റ് സോഷ്യലിസമാണ്. അതായത് സാമ്പത്തിക നീതി ഉറപ്പാക്കാൻ പ്രധാന വ്യവസായങ്ങളും ഭൂമിയിൽ ഭരണകൂടത്തിന്റെ ഉടമസ്ഥതയിലായിരിക്കണം അദ്ദേഹം ആഗ്രഹിച്ചു. എന്നാൽ ഇത് അക്രമാസക്തമായ വിപ്ലവത്തിലൂടെയല്ല, മറിച്ച് ഭരണഘടനാപരമായ നിയമത്തിലൂടെ നടപ്പിലാക്കണമെന്ന് അദ്ദേഹം നിർബന്ധം പിടിച്ചു. അതുകൊണ്ട് തന്നെ അംബേദ്കറെ സംബന്ധിച്ചിടത്തോളം മാർക്സ് എന്ന് പറയുന്നത് ഒരു മോഡേൺ ഋഷി, അതായത് ഒരു മോഡേൺ മുനി ആയിരുന്നു അദ്ദേഹം. എന്നാൽ സാമ്പത്തികമായ വർഗയുദ്ധത്തിന് മുമ്പ് ഇന്ത്യയിൽ നടക്കേണ്ടത് ജാതിപരമായ സാമൂഹിക യുദ്ധമാണ് എന്നും ഈ ജാതിപരമായ സാമൂഹിക യുദ്ധത്തെ മാർക്സ് അവഗണിച്ചു എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു കാതലായ വിമർശനം. ഇനി എന്നാൽ ഇവിടെ അംബേദ്കർ ഞാൻ ഇത്രയും പറഞ്ഞത് മൊത്തം ഒരു ക്ലാസിക്കൽ മാർക്സിയൻ ഔട്ട്ലുക്കാണ്, അതായത് മാർക്സിന്റെ കാഴ്ചപ്പാടലാണ്. എന്നാൽ ഇവിടെ അന്റോണിയോ ഗ്രാംഷി അടക്കമുള്ളവർ ഈ ക്ലാസിക്കൽ മാർക്സിസത്തിന്റെ ഡെഫിഷ്യൻസീസ് അഥവാ ക്ലാസിക്കൽ മാർക്സിസം എന്തൊക്കെയാണോ വിട്ടുപോയത് അതിന്റെ കുറവുകളെ നികത്താൻ വേണ്ടിയിട്ടാണ് അന്റോണിയോ ഗ്രാംഷി അടക്കമുള്ളവർ ഈ നിയോ മാർക്സിസം എന്ന് പറഞ്ഞൊരു സിദ്ധാന്തം മുന്നോട്ട് വരുന്നത്. ഈ നിയോ മാർക്സിസം മുന്നോട്ട് വരുമ്പോൾ അവിടെ അംബേദ്കറിനെ നമ്മൾ മാർക്സിസ്റ്റുകൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് അത് എത്തിക്കുന്നുണ്ട്. അതായത് ക്ലാസിക്കൽ മാർക്സിസം അഥവാ ഓർത്തഡോക്സ് മാർക്സിസം അഥവാ യാഥാസ്ഥിതിക മാർക്സിസവും ഈ ക്ലാസിക്കൽ മാർക്സിസത്തെ മാറ്റി അല്ലെങ്കിൽ അതിൻ്റെ വിമർശനങ്ങളെ ഈ വളരെ ഓർത്തഡോക്സ് ആയിട്ടുള്ള മാർക്സിസത്തെ വിമർശിച്ചുകൊണ്ടുള്ള ഈ സാമ്പത്തിക നിർണയവാദം അതിന് ഇവർ ക്രിട്ടിക്ക് ചെയ്യുന്നുണ്ട്. അതായത് ഈ നിയോ മാർക്സിസ്റ്റ് ക്രിട്ടിക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കൾച്ചറൽ ഹെജിമണി അഥവാ സാംസ്കാരിക മേധാവിത്വത്തെ ആണ് ജാതി വ്യവസ്ഥയ്ക്ക് കാരണമെന്നാണ് നിയോ മാർക്സിസ്റ്റുകൾ വാദിക്കുന്നത്. അതുപോലെ സാമ്പത്തിക സമത്വം വന്നാൽ ജാതി ഇല്ലാതാകില്ലെന്നും അംബേദ്കർ പറഞ്ഞു. ജാതി എന്നത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തൊഴിൽ വിഭജനമല്ല, മറിച്ച് തൊഴിലാളികളുടെ വിഭജനമാണെന്നും പറഞ്ഞു. ഇത് നിയോ മാർക്സിസ്റ്റുകൾ അംഗീകരിക്കുന്ന ഒരു പോയിന്റാണ്. അതുപോലെ തന്നെ ഈ അംബേദ്കറുടെ വ്യൂ എന്ന് പറയുന്നത് ഈ ബുദ്ധന്റെ കാലത്തുണ്ടായിരുന്ന സംഘങ്ങൾ, ബുദ്ധ സംഘങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് രീതിയിലുള്ള ജീവിതക്രമങ്ങൾ പണ്ടേ ഉണ്ടായിരുന്നു എന്നും അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് തന്നെ അപ്പോൾ ഈ അംബേദ്കർ മുന്നോട്ട് വയ്ക്കുന്ന സാമൂഹ്യ ജനാധിപത്യം, ഈ പറയുന്ന ജാതി നിർമൂലനം, അങ്ങനെയുള്ള കാഴ്ചപ്പാടുകളെയൊക്കെ ഇപ്പം ഇന്ന് നിയോ മാർക്സിസ്റ്റിലായിട്ടുള്ളത്. അതായത് കൾച്ചറൽ ഹെജിമണിയിലൂടെ നമ്മൾ കേവലമായി സാമ്പത്തിക അടിത്തറയിലല്ലാത്ത ഒരു സമൂഹം ഉയർത്തിക്കൊണ്ടുവരണം എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അംബേദ്കർ നമുക്ക് അംബേദ്കറെ വായിക്കുമ്പോൾ, അതായത് അംബേദ്കർ എന്ന വ്യക്തിയല്ലാതെ അംബേദ്കർ ആശയമായി നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് അവിടെ മാർക്സിസ്റ്റുകൾക്കും അംബേദ്കറുകൾക്കും ഒരേപോലെ തന്നെ ഇരിക്കാൻ പറ്റുന്ന ഇടമുണ്ട്. പക്ഷേ ഇന്നും
പലരും ചില നവ അംബേദ്കറും അത് അംഗീകരിക്കുന്നില്ല, ചില മാർക്സിസ്റ്റുകളും അതായത് ചില ഓർത്തഡോക്സ് മാർക്സിസ്റ്റുകളും അത് അംഗീകരിക്കുന്നില്ല എന്നുള്ള പ്രശ്നമുണ്ട്. അവർ പരസ്പരം സംശയാധിഷ്ഠിതരായി പരസ്പരം വീക്ഷിക്കുന്നു. ഇതൊന്നും. ഇനി മതത്തെക്കുറിച്ചുള്ള അംബേദ്കറിന്റെ കാഴ്ചപ്പാട് എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. അതായത് മതത്തെ ഒരേ സമയം ഒരു ചൂഷണ വ്യവസ്ഥയായി എന്നാൽ ഒരു വിമോചന പദ്ധതിയായും അംബേദ്കർ കണ്ടിരുന്നു എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ബേസിക്കലി മതത്തെ അംബേദ്കർ ചൂഷണ വ്യവസ്ഥയെ കാണുന്നത് അടിസ്ഥാനപരമായി ഹിന്ദു മതം. ഈ മതം എന്ന് പറയുമ്പോൾ മതം എന്ന വാക്ക് തന്നെ ഒരു ആധുനിക സൃഷ്ടിയാണ്. അതായത് ജ്ഞാനോദയം കൊണ്ടുവന്ന ജ്ഞാനോദയത്തിൻ്റെ ഈ കൊളോണിയൽ ആധുനികതയുടെ ഏറ്റവും വലിയൊരു പരിമിതി എന്ന് പറഞ്ഞാൽ കൊളോണിയലിസം പറയുന്നത് എല്ലാം തന്നെ ആധുനികമായിരിക്കും, അതല്ലാത്തതും അതിനെ വിമർശിക്കുന്നതെല്ലാം തന്നെ ആധുനിക വിരുദ്ധവും പുരോഗമന വിരുദ്ധവുമായി കണ്ടു എന്നുള്ളതാണ്. അതായത് കൊളോണിയൽ മോഡലിലേക്ക് അപ്പുറം നിൽക്കുന്ന, അപ്പം സ്വാഭാവികമായും ഒരു കൊളോണിയൽ ആധുനികവാദിയെ സംബന്ധിച്ചിടത്തോളം ഒരു മതവിശ്വാസി ഭയങ്കര ആധുനിക വിരുദ്ധനായിരിക്കും, പുരോഗമന വിരുദ്ധനായിരിക്കും എന്നുള്ളതാണ്. അതേസമയം അംബേദ്കർ ഒരു മതവിരുദ്ധനായിരുന്നു എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൽ മതവിരുദ്ധത ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹം പഠിച്ചതും കൂടുതൽ അറിഞ്ഞതും അനുഭവിച്ചതും ഹിന്ദു മതത്തിൻ്റെ ജാതി വ്യവസ്ഥയെ ബന്ധപ്പെട്ടാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മതവിമർശനം എന്ന് പറയുന്നത് ഹിന്ദു മതത്തിലെ ജാതി വ്യവസ്ഥയും ബ്രാഹ്മണ്യത്തെയുമാണ് അദ്ദേഹം ശക്തമായി വിമർശിച്ചത്. അത് അദ്ദേഹം വളരെ അന്നിഹിലേഷൻ കാസ്റ്റ് എന്ന പുസ്തകത്തിൽ വളരെ കൃത്യമായിട്ട് വാദിച്ചു. അതായത് ഹിന്ദു മതം പറയുന്ന ബ്രാഹ്മണ്യ മൂല്യവ്യവസ്ഥ അനുസരിച്ച് അസമത്വം വിശുദ്ധീകരിക്കപ്പെട്ടതാണ്. അതായത് ജാതി വ്യവസ്ഥ എന്ന് പറയുന്നത് വെറും ഒരു സാമൂഹിക തെറ്റായിട്ടല്ല, മറിച്ച് അത് പ്രമാണങ്ങളാൽ, മനുസ്മൃതി അടക്കമുള്ള പ്രമാണങ്ങളാൽ മതപരമായി തന്നെ വിശ്വാസപരമായി അടിച്ചേൽപ്പിക്കപ്പെട്ട ഒന്നാണ് എന്നാണ് അദ്ദേഹം അനിഹിലേഷൻ കാസ്റ്റിൽ പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വളരെ യൂണിവേഴ്സലായിട്ടുള്ള തത്വങ്ങളിലോ എന്തെങ്കിലും നിയമങ്ങളിലോ അല്ല, മറിച്ച് ഇത് ഇത്തരം നിയമങ്ങളും ഈ ജാതിപരമായിട്ടുള്ള നിയമങ്ങളും കാർക്കശ്യങ്ങളും നിലനിർത്തോളം കാലം തന്നെ ഇവിടെ സമത്വവും സാഹോദര്യവും സ്വാതന്ത്ര്യവും കൈവരിക്കാനാവില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ മതം എന്ന് പറഞ്ഞാൽ അത് ജനങ്ങളെ മയക്കുന്ന ഒരു ഓപ്യം അഥവാ കറുപ്പാണ് എന്നുള്ള മാർക്സിസ്റ്റ് നിലപാടിനെ അദ്ദേഹം പൂർണ്ണമായി അംഗീകരിച്ചില്ല. കാരണം അംബേദ്കറിനെ സംബന്ധിച്ചിടത്തോളം മതം ഒരു സോഷ്യൽ നെസസിറ്റി ആയിട്ട് അഥവാ സാമൂഹിക ഒരു ആവശ്യമാണെന്ന് അദ്ദേഹം കരുതുന്നുണ്ട്. കാരണം ഒരു സമൂഹത്തെ പോലീസോ സൈന്യമോ ഉപയോഗിച്ച് നിയന്ത്രിക്കുന്നതിന് പകരം ജനങ്ങളെ ഒന്നിപ്പിച്ച് നിർത്താൻ ഒരു ആന്തരിക ധാർമ്മിക, അതായത് ഒരു മോറൽ കോഡ് ആവശ്യമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അംബേദ്കറിന്റെ മതം അതാണ്. അത് മതത്തിലൂടെ സാധിച്ചെടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അത് ഏത് മതമാണ് എന്നുള്ളത് ചർച്ചകളിലൂടെ തീരുമാനിക്കേണ്ടതാണ്. ഇനി അംബേദ്കർ ഈ പറയുന്ന അദ്ദേഹം മുന്നോട്ട് ഈ മോറൽ കോഡ് എന്ന് പറയുമ്പോഴും അദ്ദേഹം എപ്പോഴും മുൻതൂക്കം കൊടുത്തിരുന്നത് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ അത് ജനാധിപത്യത്തിലെ 3 മെയിൻ തൂണുകളായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയുള്ള, അതായത് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന ജനാധിപത്യത്തിന്റെ ഈ 3 തൂണുകൾക്ക് അടിത്തറ നൽകുന്ന ഒരു ആത്മീയമായ ഒരു മതമാണ് ഇന്ത്യക്ക് വേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു. അതിൽ തന്നെ സാഹോദര്യം എന്ന് പറയുന്നത് ധാർമ്മികത ഉണ്ട്, അതായത് മനുഷ്യ സാഹോദര്യം എന്ന ധാർമ്മികതയിലൂടെ മാത്രം ഉരുത്തിരിഞ്ഞു വരും എന്നും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം. അത് അദ്ദേഹത്തിന് ഈ ഒരു മനുഷ്യർക്ക് ഒരു ആന്തരികമായ ധാർമ്മിക കോഡ് അഥവാ ഇന്റേണൽ മോറൽ കോഡ് വേണം എന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു ചിന്ത കൂടിയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ബുദ്ധധർമ്മം തിരഞ്ഞെടുക്കുന്നതും അത് യുക്തിചിന്തയിൽ അധിഷ്ഠിതമായ നവയാനം അദ്ദേഹം തിരഞ്ഞെടുക്കുന്ന ഒരു കാരണം. ബുദ്ധധർമ്മത്തിന്റെ നവയാന പാത അദ്ദേഹം തിരഞ്ഞെടുക്കുന്ന ഒരു കാരണം കൂടി ഈ മനുഷ്യർക്ക് വേണം എന്നുള്ള. അപ്പോൾ ഒരേ സമയം അംബേദ്കർ മതവിരുദ്ധനും മതനിഷേധി ആയിക്കുമ്പോൾ തന്നെ മതത്തിന്റെ ആവശ്യകതയെ അദ്ദേഹം പൂർണ്ണമായും നിരാകരിച്ചിരുന്നില്ല എന്നുള്ളത്. പക്ഷെ അദ്ദേഹം മുന്നോട്ട് വെച്ചൊരു മതം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ലെഫ്റ്റിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. എന്നാൽ മതം വേണമെന്ന് പറയുന്ന അംബേദ്കർ തന്നെ അത്ഭുതങ്ങളെയും ആത്മാവിനെയും ആചാരങ്ങളെയും തള്ളിക്കളഞ്ഞിരുന്നു. അതായത് ബുദ്ധന്റെ പ്രബോധനങ്ങളായ അറിവ്, യുക്തി, കരുണ, ദയ എന്നിവയിൽ അധിഷ്ഠിതമാണ് എന്നാണ് അദ്ദേഹത്തിന്റെ മതവാദം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മതം എന്ന് പറയുന്നത്, മതസങ്കല്പം എന്ന് പറയുന്നത് വിമോചനാത്മകമാണ്. ദളിതരെ സംബന്ധിച്ചിടത്തോളം ബുദ്ധമതത്തിലേക്കുള്ള മാറ്റം എന്ന് പറയുന്നത് ഐക്യത്തിന്റെ മാനസിക ചങ്ങലകൾ പൊട്ടിച്ചെറിയാനും മനുഷ്യനെന്ന നിലയിലുള്ള അന്തസ്സ് വീണ്ടെടുക്കാനുള്ള വഴിയായിട്ടാണ് അംബേദ്കർ ബുദ്ധമതത്തിലേക്കുള്ള അദ്ദേഹത്തിന്റെ മാറ്റത്തെ അദ്ദേഹം കണ്ടത്. ഇനി ഇവിടെ മതത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ഇപ്പം നിലവിൽ ചില ഇവിടുത്തെ ഹിന്ദു ഭീകരവാദി എന്ന് പറയാവുന്ന ചില ആൾക്കാർ അംബേദ്കറിനെ ഒരു ഇസ്ലാമോഫോബായിട്ടും ഒരു ഇസ്ലാം വിരുദ്ധനായിട്ട് എല്ലാ മതങ്ങളെയും വിമർശിച്ച പോലെ ഇസ്ലാമിനെ വിമർശിച്ചിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചർച്ചകളൊക്കെ മുന്നോട്ട് വന്ന ഇടങ്ങളിൽ അടുത്തിടെ ചർച്ചകൾ കണ്ടതാണ്. അദ്ദേഹം ഇസ്ലാമിനെ ഏത് മതത്തെയും വിമർശിക്കുന്ന പോലെ തന്നെ
ഇസ്ലാം മതത്തെ വിമർശിച്ചിരുന്നു. അത് അദ്ദേഹം പിൻപറ്റിയ ജ്ഞാനോദയ യുക്തിയുടെയും കൊളോണിയൽ മോഡേണിറ്റിയുടെയും കൂടി ഭാഗം അദ്ദേഹം തന്നെ ക്രിട്ടിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ആധുനികത സങ്കല്പം എന്ന് പറയുന്നത് ഒരു ജ്ഞാനോദയത്തിൽ അധിഷ്ഠിതമാണ്. അപ്പോൾ അദ്ദേഹം ഈ ഇസ്ലാമിനെയും എങ്ങനെ കണ്ടിരുന്നതുകൊണ്ട് വളരെ പ്രസക്തമാണ്. അദ്ദേഹം എന്നാൽ മതത്തെ വിമർശിച്ചിരുന്നു. അതായത് ഇസ്ലാമിൻ്റെ മതത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള മുസ്ലിങ്ങൾ ചെയ്യുന്ന സുജൂദ് അഥവാ നമസ്കാരത്തെ അദ്ദേഹം വിമർശിച്ചിരുന്നു. കാരണം അദ്ദേഹം പറയുന്നത് മതം എന്ന് പറഞ്ഞാൽ വിമോചനാത്മകമാണ്, പക്ഷേ സുജൂദ് കർമ്മം എന്ന് പറയുന്നത് മതത്തിന് കീഴടങ്ങലാണ്. അതായത് മനുഷ്യർ ദൈവത്തിന് മുന്നിൽ കീഴടങ്ങുന്നതാണ്. ഈ കീഴടങ്ങലിനെ അംബേദ്കർ നിരാകരിച്ചിരുന്നു. അതുപോലെ മുസ്ലിം സ്ത്രീകൾ ധരിച്ചിരുന്ന വസ്ത്രം അത് വളരെ ആധുനിക വിരുദ്ധവും പുരോഗമന വിരുദ്ധവും, അതായത് വിമോചനാത്മക, അത് അടിമത്തമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. അത് അപ്പോൾ അങ്ങനെ പറയുന്ന അംബേദ്കർ ഒരു ഇസ്ലാമോഫോബ് എന്തുകൊണ്ടല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ പലരും ചോദിക്കുന്ന ചോദ്യം. അപ്പോൾ അദ്ദേഹം ഇത് പറഞ്ഞിരുന്നോ എന്ന് ചോദിച്ചാൽ, എന്നാൽ ഇതേ അംബേദ്കർ തന്നെ മുസ്ലിങ്ങളുടെ സ്വയം സംഘടനത്തെ, അതായത് അവർക്ക് സ്വയം സംഘടിച്ച്, ഇപ്പോൾ യുക്തിവാദികൾ എങ്ങനെയാണോ സ്വയം സംഘടിച്ച് സംഘടന ഉണ്ടാക്കി യുക്തിവാദം പ്രചരിപ്പിക്കുന്നത്, അതുപോലെ തന്നെ മുസ്ലിങ്ങൾക്ക് സ്വയം സംഘടിച്ച് സംഘടന ഉണ്ടാക്കി അവരുടെ അവകാശങ്ങൾ പറയാനുള്ള അവകാശത്തിന് വേണ്ടി അംബേദ്കർ വാദിച്ചിട്ടുണ്ട്. അതായത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അംബേദ്കർ ഒരേ സമയം ഒരു മുസ്ലിം വിരുദ്ധനും ഇസ്ലാം വിരുദ്ധനും ആയിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തെ ഒരു ഇസ്ലാമോഫോബ് എന്ന് വിളിക്കാൻ പറ്റില്ല. ഇസ്ലാമോഫോബ് എന്ന് പറഞ്ഞാൽ മുസ്ലിം വിരുദ്ധ വംശീയത. അദ്ദേഹം ഒരു വംശീയവാദി ആയിരുന്നില്ല. അതായത് ഒരു മതവിരുദ്ധനായിരിക്കുമ്പോൾ തന്നെ മതവിശ്വാസികളോടുള്ള വംശീയത അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ വരുന്ന ചോദ്യം എന്ന് പറയുന്നത്, ഒന്ന്, നമ്മൾ അംബേദ്കർ ഇസ്ലാമോഫോബാണോ അല്ലേ എന്ന് നോക്കുമ്പോൾ നമ്മൾ പറയുന്ന ഒരു ഇതുണ്ട്. അതായത് നമ്മളിപ്പോൾ പണ്ട് നടന്ന കാര്യങ്ങളെ വിശകലനം ചെയ്യുന്നത് ഇന്നത്തെ ധാർമ്മികത വെച്ചാകരുത് എന്ന് പറയും. അതിന് നമ്മൾ മോറൽ പ്രസന്റിസം അഥവാ ധാർമ്മിക ആധുനികതാവാദം എന്ന് പറയും. അതൊരു യുക്തിപരമായ ഒരു ഫാലസി അഥവാ ഒരു കുറ്റമാണ്. അതായത് നമ്മൾ പഴയ കാര്യങ്ങളെ വിശകലനം ചെയ്ത് പുതിയ ധാർമ്മികത വെച്ചാകരുത്. പഴയ കാര്യങ്ങളെ വിശകലനം ചെയ്യുമ്പോൾ അതിനെ ചരിത്രവൽക്കരിക്കേണ്ടത് അന്നത്തെ ധാർമ്മിക സങ്കല്പങ്ങളും അന്നത്തെ ധാർമ്മിക മൂല്യങ്ങളും വെച്ചിട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അംബേദ്കർ ഒരു ഉറപ്പായും അദ്ദേഹത്തിന് മതവിരുദ്ധത ഉണ്ടായിരുന്നു. അദ്ദേഹം മുന്നോട്ട് വെച്ച മതം എന്ന് പറയുന്നത് സാഹോദര്യത്തിലും സ്വാതന്ത്ര്യത്തിലും സമത്വത്തിലും അധിഷ്ഠിതമായിരുന്നു. അപ്പോൾ പോലും മുസ്ലിങ്ങളുടെ സ്വയം സംഘടിക്കാനും അവർക്ക് അവരുടെ അവകാശങ്ങൾ പറയാനും ഗ്രൂപ്പിക്കാനും ഒക്കെ അതായത് അവരുടെ മതപരമായ അവകാശവും അദ്ദേഹം മാനിച്ചിരുന്നു എന്ന് അദ്ദേഹം പറയും. അദ്ദേഹം ഒരേ സമയം മതത്തെ വിമർശിക്കുമ്പോൾ അവർക്ക് മതത്തെ വിശ്വസിക്കാൻ അത് പ്രചരിപ്പിക്കുന്ന അവകാശം അദ്ദേഹം മുൻകൂട്ടി കൊടുത്തിരുന്നു എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അംബേദ്കർ ഒരിക്കലും ഒരു ഇസ്ലാമോഫോബ് ആയിരുന്നില്ല. ഇനി അതുപോലെ തന്നെ ഇവിടെ ചില പ്രബുദ്ധരായ ചില യുക്തിവാദികളൊക്കെ പറയുന്ന ഒരു സാധനം, അതായത് ഇപ്പോൾ ഡീകോളനൈസേഷൻ അഥവാ അപകോളനീകരണം എന്ന് പറയും. ഈ കൊളോണിയൽ മോഡേണിറ്റിയെ നമ്മൾ പറഞ്ഞല്ലോ. ഇപ്പോൾ ജ്ഞാനോദയം അഥവാ യുക്തിവാദം യുക്തിചിന്ത മുന്നോട്ട് വയ്ക്കുന്ന പലപ്പോഴും ജ്ഞാനോദയത്തിൽ അധിഷ്ഠിതമാണെങ്കിലും ജ്ഞാനോദയത്തിൻ്റെ ഈ ആധുനികതയുടെ പ്രശ്നം എന്ന് പറയുന്നത് കോളനിവൽക്കരണമായിരുന്നു. അതിൻ്റെ സാമ്പത്തിക ബന്ധങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഡീകോളനൈസേഷൻ അംബേദ്കർ എങ്ങനെ കണ്ടിരുന്നു എന്ന് കൂടി പറയാൻ നമുക്ക് നോക്കാം. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അംബേദ്കറെ സംബന്ധിച്ചിടത്തോളം കോളനിവൽക്കരണം എന്ന് പറയുന്നത് രണ്ടായിരുന്നു. ഒന്ന് വൈദേശിക കോളനിവൽക്കരണവും ആഭ്യന്തര അധിനിവേശം. അത് ബ്രാഹ്മണ്യ മൂല്യ ജാതി വ്യവസ്ഥയും ബ്രിട്ടീഷ് ഭരണവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അംബേദ്കർ പറഞ്ഞത് ഇവിടെ ഇന്ത്യയിലെ അവർണർ ഡബിൾ സ്ലേവറി അഥവാ ഇരട്ട അടിമത്തം അനുഭവിച്ചിരുന്നു. അതായത് ഒരേ സമയം ബ്രിട്ടീഷുകാരിൽ നിന്നും ഇവിടുത്തെ ബ്രാഹ്മണ്യ ജാതി വ്യവസ്ഥയിൽ നിന്നും ഒരേ സമയം ഇരട്ട അടിമത്തം അനുഭവിച്ചത് അദ്ദേഹം പറയുന്നു. അതുപോലെ തന്നെ ഇവിടെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് വെച്ച സ്വരാജ് എന്ന സങ്കല്പത്തെ അദ്ദേഹം നിരാകരിച്ചത്. കാരണം ദളിതരുടെയും ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ ആ ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് സ്വരാജ് കൊണ്ട് അദ്ദേഹം സംരക്ഷിക്കപ്പെടുമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു സ്വാതന്ത്ര്യം സമൂഹം, അതിന് സമത്വത്തിലും സ്വാതന്ത്ര്യത്തിലും അധിഷ്ഠിതമായ സമൂഹം ഉണ്ടായി വരണമെങ്കിൽ ജാതി നിർമൂലനം എന്നത് എൻ്റെ ഉന്നവാദിയായിട്ട് അദ്ദേഹം കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് ഭരണത്തെക്കുറിച്ചുള്ള അംബേദ്കറുടെ നിലപാടുകൾക്ക് ഒരു തന്ത്രപരമായിട്ടുള്ള ചില നിലപാടുകൾ അദ്ദേഹം എടുത്തിരുന്നു. അതായത് ഒരേ സമയം ബ്രിട്ടീഷുകാരെ അദ്ദേഹം വിമോചകർ എന്ന നിലയിലും കണ്ടിരുന്നു. അതായത് പരമ്പരാഗതമായിട്ടുള്ള ബ്രാഹ്മണ്യ ജാതി ഭീകരവാദികൾ നിഷേധിച്ചിരുന്ന വിദ്യാഭ്യാസവും നിയമപരമായ അവകാശങ്ങൾ ലഭിക്കാൻ ബ്രിട്ടീഷ് ഭരണം സഹായിക്കുമെന്ന് അംബേദ്കർ കരുതിയിട്ടുണ്ട്. എന്നാൽ 30കൾക്ക് ശേഷം അദ്ദേഹം ബ്രിട്ടീഷുകാരെ നിശ്ചിതമായി വിമർശിച്ചു തുടങ്ങി. കാരണം ഹിന്ദു ഭൂരിപക്ഷത്തെ അതല്ലെങ്കിൽ ബ്രാഹ്മണ്യ ജാതി ഭീകരവാദികളെ പിണക്കാതിരിക്കാൻ ദളിതരുടെ സാമൂഹിക നില മെച്ചപ്പെടുന്നതിൽ ബ്രിട്ടീഷുകാർ പരാജയപ്പെട്ടു എന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തുന്നുണ്ട് 30കൾക്ക് ശേഷം. ഇനി ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തുള്ള അദ്ദേഹത്തിന്റെ നിലപാട് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. 1948 ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തെ അംബേദ്കർ പിന്തുണച്ചില്ല. കാരണം ദളിതരുടെയും ന്യൂനപക്ഷങ്ങളുടെയും ഭാവി സുരക്ഷിതമാക്കാതെയുള്ള ഇത്തരം പ്രക്ഷോഭങ്ങൾ രാജ്യത്ത് അരാജകത്വം സൃഷ്ടിക്കുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. അധികാരം പിടിച്ചെടുക്കാനുള്ള കോൺഗ്രസിന്റെ ശ്രമമായിട്ടാണ് അദ്ദേഹം ക്വിറ്റ് ഇന്ത്യ സമരത്തെ അംബേദ്കർ കണ്ടത്.
അതുപോലെ തന്നെ ഡീകോളനൈസ് ദ മൈൻഡ് എന്നാണ് അംബേദ്കറിന്റെ ഒരു വാദം. അതായത് യഥാർത്ഥമായിട്ടുള്ള ഈ അഥവാ അപകോളനീകരണം നടക്കണമെങ്കിൽ മാനസികമായ അടിമത്തത്തിൽ നിന്ന് മോചനം നേടണമെന്ന് അദ്ദേഹം കരുതി. അതായത് ഈ മാനസികമായ അടിമത്തത്തിൽ നിന്ന് മോചനം എന്ന് പറഞ്ഞാൽ ഹിന്ദു സാമൂഹിക ഘടനയ്ക്കുള്ളിൽ നിന്ന് പരിഷ്കരണം സാധ്യമല്ലെന്നും ജാതി വ്യവസ്ഥയെ പൂർണ്ണമായി തകർക്കണമെന്നും അദ്ദേഹം വാദിച്ചു. 1956 അദ്ദേഹം ബുദ്ധമതത്തെ സ്വീകരിച്ച തന്നെ ഈ ഒരു മാനസികമായ വിമോചനത്തെ വലിയൊരു പ്രഖ്യാപനമായിരുന്നു. സമത്വം, കാരുണ്യം, പ്രജ്ഞ എന്നിവയിൽ ഉദ്ദേശിച്ച അദ്ദേഹം തിരഞ്ഞെടുത്തിരുന്നു. അപ്പം ഇവിടെ അംബേദ്കറെ നമ്മളൊരു ഒരേ സമയം മാർക്സിസ്റ്റ് വിരുദ്ധനും ബ്രിട്ടീഷ് വിരുദ്ധനും ഈ പറയുന്ന കോളനി ആധുനിക കോളനി വാദിയാക്കുമ്പോഴും അദ്ദേഹം ഇതിലെല്ലാം തന്നെ വളരെ ക്രിട്ടിക്ക് ചെയ്തിരുന്നു. അതായത് ഒരേ സമയം അനുകൂലിക്കേണ്ട പല ആധുനിക മൂല്യങ്ങളെ അംബേദ്കർ അനുകൂലിച്ചിരുന്നു, പ്രതികൂലിക്കേണ്ട പല മൂല്യങ്ങളെ അംബേദ്കർ പ്രതികൂലിച്ചിരുന്നു. എന്നാൽ അംബേദ്കറിന്റെ ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ അംബേദ്കറിന് എല്ലാ വ്യക്തികൾക്കും ഉണ്ടാകുന്ന പോലത്തെ ചില പല പരിമിതികൾ, അന്നത്തെ റീഡിങ്ങിൽ ഉണ്ടാകുന്ന പ്രശ്നം. കാരണം അദ്ദേഹം വായിച്ചിരുന്നത് മൊത്തം ഒരു വെസ്റ്റ് സെൻട്രിക് ആയിട്ടുള്ള ഒരു ഓറിയന്റലിസ്റ്റ് റീഡിങ്ങാണ്. അപ്പം ഈ മലബാർ കലാപത്തെ കുറിച്ചൊക്കെ അദ്ദേഹം എഴുതുന്നത് ഈ അദ്ദേഹത്തിന് കിട്ടിയ ഈ വെസ്റ്റ് സെൻട്രിക് ആയിട്ടുള്ള വളരെ ഓറിയന്റലിസ്റ്റ് റീഡിങ്ങാണ്. അപ്പോൾ അതിൻ്റെ പല പ്രശ്നങ്ങളും അദ്ദേഹം ഉണ്ടായിരുന്നു. അതൊരു സ്കോളർലി ആയിട്ടുള്ള, അതായത് ഒരു ബുദ്ധിജീവിപരമായിട്ടുള്ള ഒരു പ്രശ്നമായിട്ടാണ് നമ്മൾ അതിനെ കാണുന്നത്. അതൊരു അംബേദ്കർ എന്തെങ്കിലും കുറവായിട്ടോ കുറ്റമായിട്ടോ കാണേണ്ടതല്ല. അംബേദ്കർ എന്ന നിലയിൽ അദ്ദേഹം അത് വായിച്ചതിൽ നിന്ന് അദ്ദേഹം കണ്ടെത്തിയ കാര്യങ്ങളിലെ പ്രശ്നങ്ങൾ അത് നമ്മുടെ അംബേദ്കറായിട്ടായിട്ടുള്ള ഇപ്പോൾ ഈ അടുത്ത് മരണപ്പെട്ട KK കൊച്ചി അത് കൃത്യമായിട്ട് വിശകലനം ചെയ്യുന്നുണ്ട്. അംബേദ്കറുടെ ഈ മലബാർ കലാപത്തെ വിശകലനം ചെയ്തതിൽ ഇസ്ലാം മതത്തെ അല്ലെങ്കിൽ ഇവിടെ നിന്ന് പറയേണ്ട ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. അതായത് ഈ ഹിന്ദു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതായത് ഈ പറഞ്ഞ കണക്ക് ബ്രാഹ്മണ്യ മൂല്യവ്യവസ്ഥയാണ്. അപ്പോൾ അതിൽ ഈ പറഞ്ഞ കണക്ക് 4 വിഭാഗങ്ങളേ ഉള്ളൂ: ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ. ബാക്കി ആരും തന്നെ ഹിന്ദുക്കളല്ല. അവർ നീച യോനി പറഞ്ഞ നീച ജന്മങ്ങളാണ് എന്നാണ് ഹിന്ദുമത ഗ്രന്ഥങ്ങൾ ഇവരെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അവർക്ക് വർണ്ണമില്ല, അവർ അവർണരാണ്. ഈ ജാതിപ്പെട്ടവർക്ക്, ജാതി ഉള്ളവർക്ക് വർണ്ണമുണ്ട്, അവർ സവർണരാണ്. പക്ഷേ ഇവിടെ ഇന്ന് ഇസ്ലാമോഫോബിയ, അതായത് മുസ്ലിങ്ങൾ ഞങ്ങളെ ഭരിക്കാൻ വരുന്നു, ഞങ്ങളെ താക്കാൻ വരുന്നു എന്നൊരു അടിസ്ഥാനരഹിതമായ ഒരു വംശീയ ഭീതി ഉണർത്തിക്കൊണ്ട് ഈ ഇസ്ലാമോഫോബിയ കാരണം ഈ അവർണരെ ഇന്ന് ഹിന്ദുക്കളായി നമ്മൾ പരിഗണിക്കുന്നു. ഹിന്ദുക്കളായി അവർ സ്വയം അവർ തന്നെ അവരുടെ ചങ്ങല അവരെ കാലിക്കെട്ടി സ്വയം അടിമയായി നിന്നുകൊണ്ട് അവർ ഹിന്ദുക്കളെ സ്വയം പ്രഖ്യാപിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് യുക്തിവാദ സർക്കിളുകളായാലും സാമൂഹിക സർക്കിളുകളിൽ നടക്കുന്ന എല്ലാ തരം ഹിന്ദുമത ഗ്രന്ഥ വിമർശനങ്ങളെയും ഹിന്ദുമതം മറികടന്നു കഴിഞ്ഞു. അത് മറികടന്നത് ഇസ്ലാമോഫോബിയ കൊണ്ടാണ്. എന്നാൽ ഇവിടെ നടക്കുന്ന ഇസ്ലാം മത വിമർശനങ്ങളെ മറികടക്കാൻ മുസ്ലിങ്ങൾക്ക് ആ രീതിയിൽ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇവിടെ നടക്കുന്ന ഇസ്ലാം മത വിമർശനമെല്ലാം തന്നെ ഒരുതരം വംശീയതയിലേക്കാണ്, അതായത് മുസ്ലിങ്ങൾക്കെതിരായ വംശീയ ചിന്താഗതിയിലേക്കാണ് അത് നടന്നു നീങ്ങുന്നത്. അതിൽ പലവിധങ്ങളായ കാരണങ്ങളുണ്ട്. അത് ഇവിടെ ഒരു ചെറിയ വേദിയിൽ അത് പറഞ്ഞ് തീരുന്നതല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാത്തരം വംശീയതകളെയും എതിർത്തുകൊണ്ട് അംബേദ്കർ മുന്നോട്ട് വെച്ച, അംബേദ്കർ എന്ന് പറയുമ്പോൾ അംബേദ്കർ എന്ന വ്യക്തിയെ ആരാധിക്കുന്നതിനപ്പുറം അംബേദ്കർ മുന്നോട്ട് വെച്ച ആശയം നമുക്കിന്നും പ്രസക്തമാണ്. അംബേദ്കർ മുന്നോട്ട് വെച്ച സമത്വം, സാഹോദര്യം, സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഇന്നും കാലാധിവർത്തിയാണ്. അപ്പോൾ അംബേദ്കറിൽ നിന്ന് മാത്രമല്ല നമുക്ക് നമ്മൾ മുന്നോട്ട് വെക്കുന്ന ആധുനിക ബന്ധങ്ങൾ, സങ്കല്പങ്ങൾ, ആധുനിക വിപ്ലവ ആശയങ്ങൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെ നിന്നെല്ലാം നമുക്ക് കടമെടുത്തുകൊണ്ട് ഒരു ആധുനിക മൂല്യവ്യവസ്ഥ, ലെഫ്റ്റ് എന്ന് പറയുന്ന ലിബർട്ടി, ഇക്വാളിറ്റി ആൻഡ് ഫ്രറ്റേണിറ്റി എന്ന് പറയുന്ന ആധുനിക മൂല്യത്തിൽ കെട്ടിപ്പടർത്താൻ നമുക്ക് എല്ലാവിധ ശ്രമങ്ങളും നടത്താൻ പറഞ്ഞുകൊണ്ട് എനിക്കിവിടെ ഒരു വിഷയം അവതരിപ്പിക്കാൻ അവസരം തന്ന യുക്തിവാദ സംഘം തിരുവനന്തപുരത്തിനും നെയ്യാറ്റിൻകര മേഖലയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.